നമ്മൾ പ്രയോജനമുള്ള കാര്യം മാത്രമേ ഇതുകൊണ്ട് ബൈബിൾ ഒന്ന് പൊട്ടച്ചൊല്ല കളിവാക്ക്. ഇതെല്ലാം നമ്മുടെ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുക. ഇങ്ങനെയുള്ള പൊട്ടച്ചൊല്ല് കളിവാക്ക് നമ്മുടെ ക്രിസ്ത്യൻ കൺസെപ്റ്റിലില്ല. ഘനശാലിത്വം. ഇപ്പം നമ്മൾ പിള്ളേർ നമ്മുടെ YMCA കൂടിയിരുന്ന പിള്ളേരോട് ചോദിച്ചോ കുഴപ്പമില്ല, അത് ക്രിസ്ത്യൻ കൺസെപ്റ്റിൽ അല്ലാത്തപ്പോഴാണെങ്കിൽ വെറുതെ ചേട്ടാ. പക്ഷെ നമ്മളൊരു പള്ളിയിൽ ഒരു ക്രിസ്ത്യൻ കൺസെപ്റ്റ് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. വളരെ നമ്മൾ ഗൗരവമുള്ളവരായിട്ടിരിക്കണം. വളരെ കാര്യഗൗരവമുള്ളവരായിട്ട് മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ. ഇപ്പം നമ്മൾ ഇവിടുന്ന് ടൂർ പോകുമ്പോഴാണ് ചോദിക്കാം. ടൂർ പോകുമ്പോൾ പിള്ളേരെല്ലാം കൂടെ അടിച്ചു പൊളിച്ച് പോകുമ്പോൾ കടം കഥകളൊക്കെ നമ്മൾ ചോദിച്ച് പിള്ളേരെ രസിപ്പിക്കുകയല്ലേ, അതൊക്കെ എങ്കിലും നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ ടൂറിന് പോയപ്പോൾ ഞാൻ പോകാറേ ഇല്ല. ടൂറിന് പോയാൽ തന്നെ ഞാൻ നിശബ്ദനായിട്ടിരിക്കത്തുള്ളൂ. എൻ്റെ മൈൻഡ് അതുമായിട്ട് ഇപ്പം സെറ്റിലല്ല. പണ്ട് സെറ്റിലായിരുന്നു, ഇപ്പം സെറ്റിലല്ല. എനിക്കൊന്നും തോന്നത്തില്ല. പണ്ട് എനിക്ക് പ്രകൃതി ഭംഗി ഭയങ്കര ആസ്വാദനമായിരുന്നു. രാത്രി 2 മണിക്ക് ഞാൻ ഇവിടെ നടന്ന് ഈ ചന്ദ്രൻ ഉദിച്ച് വരുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ വാഴക്കുന്ന് പാലത്ത് ഇവിടുന്ന് 2 മണിക്ക് നടന്നു വരുന്നത്, രാത്രിയില്ല, ഏകനായിട്ട്. ഇന്ന് എനിക്ക് പ്രകൃതിയുടെ സൗന്ദര്യം എനിക്ക് ആസ്വാദനമല്ല ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും മേലെ നമ്മൾ പറഞ്ഞ അതുക്കും മേലെ മറ്റെന്തോ എൻ്റെ ഉള്ളിലുണ്ട്. ഇതൊന്നും എൻ്റെ ഹൃദയത്തിൽ ഇപ്പം പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ഭ്രമിപ്പിക്കില്ല. ഇതെല്ലാം ഭ്രമമാണ്. സൂര്യോദയം സൂര്യാസ്തമയം. പണ്ടൊരു സായിപ്പ് ഗംഗോത്രിയിലോ നമ്മുടെ ഈ ഹിമാലയ സാനിക്കളിൽ വന്നിട്ട് ആ പ്രകൃതി ഭംഗിയുടെ ആസ്വാദന നിമിത്തം അവൻ ആ പുഴയിലേക്ക് ചാടി ചത്തു. മനോരമയ്ക്കതൊന്നും പറയാം, കെട്ടുകഥയല്ല. അപ്പം ഇതെല്ലാം മനുഷ്യനെ വഞ്ചിക്കില്ല. അതുകൊണ്ട് ദൈവം ഉണ്ടാക്കിയതിലൊന്നിലും നിന്റെ ഹൃദയം ആശ്രയിക്കില്ല. ഇതിൽ നിങ്ങളുടെ ഹൃദയം മയങ്ങിപ്പോവില്ല. സൂര്യനെ ചന്ദ്രനെ വണങ്ങില്ല, യഹോവയായ അല്ലെങ്കിൽ കർത്താവിനെ മാത്രമല്ല. കാരണം ഈ യേശുക്രിസ്തുവിന്റെ ആത്മാവ് വന്നാൽ ഞാൻ പറയുന്നത് വലിയ അത്ഭുതമല്ലേ. ഈ പ്രകൃതി രമണീയമായിരിക്കുന്ന കാഴ്ചകൾ ഇന്ന് എൻ്റെ കണ്ണിന് ഇമ്പമല്ല. അങ്ങനെ നമ്മുടെ കണ്ണിന് ഇമ്പം തരുന്ന ഒന്നും ഇന്ന് എൻ്റെ കണ്ണിന് ഇമ്പമല്ല. പക്ഷെങ്കിൽ പ്രകൃതിയിലൂടെ സൃഷ്ടിയിലൂടെ സൃഷ്ടാവിനെ അറിയാൻ ശ്രമിക്കണം. അത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് നമുക്ക് അറിയുന്നതിന് വേണ്ടിയുള്ളൊരു ചിന്ത. ഇപ്പം സൂര്യൻ അല്ല ചന്ദ്രൻ അല്ലെങ്കിൽ സൃഷ്ടാവ് ദൈവമാണ്. അങ്ങനെ ചിന്തിക്കാൻ മനുഷ്യന് കഴിയത്തില്ല. ഇതെല്ലാം കാണുമ്പോൾ ഇതിനെയൊക്കെ സൃഷ്ടിച്ചതാണ്. ഞാൻ എൻ്റെ എല്ലാ പരസ്യങ്ങളും ഇത് പറഞ്ഞു, ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? നമ്മുടെ എക്സ്കോയാഡ് സൈൻ തീറ്റ കോസ് തീറ്റ, പിന്നെ ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം പഠിച്ച് നമ്മൾ വലിയ ഡോക്ടറേറ്റ് എല്ലാം നേടുക. പക്ഷേ ഞാൻ എന്താ പറയുക, നിങ്ങൾ ബുദ്ധിഘട്ടം വരെ ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾ ജനിച്ച നാൾ മുതൽ ഈ സൂര്യനെ നിങ്ങൾ കാണുന്നുണ്ട്. ഈ സൂര്യനില്ലെങ്കിൽ ഇവിടെ ഭക്ഷണമില്ലല്ലോ. പക്ഷേ ഈ സൂര്യനെ സൃഷ്ടിച്ചത് ആരാണെന്ന് നിങ്ങൾ ഒരു വാക്ക് ഇന്നവരെ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ്.